അതെ, ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിങ് കയറുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണോ എന്ന വീഡിയോ ഒന്ന് കണ്ടേക്ക്. അങ്ങനെ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അത് നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. എല്ലാ ആൾക്കാർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും അവർക്ക് ഇഷ്ടമുള്ള കിച്ചൺ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കണ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ ഗൈസ്, സോറി ടു സേ ദാറ്റ്, അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആൾക്കാർ ആവശ്യമുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേട്ടോ അവര് നിങ്ങളെ ഇടുക. ചിലപ്പോൾ അത് ചൈനീസ് ആയിരിക്കാം, ചിലപ്പോൾ അത് കോണ്ടി സെക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ അത് സൗത്ത് ഇന്ത്യൻ ആയിരിക്കാം, ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നമ്മളെ ഇടുക. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഷെഫിനെ ചെന്ന് കണ്ട് സംസാരിച്ച് ചെറുപ്പം തൊട്ടുള്ള പാഷൻ ഇതാണ്, എനിക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അതേപോലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് കിട്ടി വിചാരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഹോട്ടൽ മാനേജ്മെന്റിൽ ഒരു ഷെഫ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്കൊരു ഷെഫ് ആവാൻ പറ്റുള്ളൂ. ഇതിപ്പോ സൗത്ത് ഇന്ത്യൻ ആയാലും കോണ്ടി ആയാലും ചൈനീസ് ആയാലും പാസ്ട്രി ആയാലും എല്ലാം നല്ലത് തന്നെയാണ്. ഒന്നും മോശമുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അല്ല. ട്രെയിനിങ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. എന്നിട്ട് ജോബ് ട്രെയിനിങ്ങിന് കയറുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കയറിക്കോ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ബൈ ഫ്രം ഷെഫ് സാൽവിൻ അപ്പസുലാൻ.